ആദ്യം ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ പൊങ്കാലയ്ക്ക് വരുന്നവരെ സ്വീകരിക്കുന്നതും അവർക്ക് വീട് തുറന്നു കൊടുക്കുന്നതും പള്ളി തുറന്നു കൊടുക്കുന്നതും എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവരെ കൂട്ടത്തിലും അവരറിയാതെ ആളുകൾ ഏറ്റവും കൂടുതൽ കൂടുന്ന സ്ഥലത്താണ് മോഷണ ശ്രമങ്ങളും നടക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. പള്ളിയിലായാലും വീട്ടിലായാലും അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാകയാൽ അതിന്റെ ആചാരങ്ങളിലും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായിട്ട് എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. റമദാനിലാണ് ഈ വർഷം യാദൃശ്ചികമായിട്ട്, കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു ഈ പൊങ്കാല ഉണ്ടാകുന്നത്. ഏതായാലും റമദാനിൻ്റെതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുവാൻ, നമ്മുടെ സഹോദരിമാർക്കും അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കുവാൻ നമുക്ക് സാധ്യമാവണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും എല്ലാം അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും എല്ലാം അവരുടെ മുമ്പിൽ പൂർണ്ണമായും തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. സ്നേഹവും സാഹോദര്യവും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം സഹോദരങ്ങളെ. അതിനുള്ള ആ ഒരു നമ്മുടെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ നല്ല നല്ല ആവിഷ്കാരത്തിനുള്ള സന്ദർഭമാണ്